നമ്മളുടെയൊക്കെ ജീവിതത്തിൽ 2023 എന്ന ചാപ്റ്റർ ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്യാനായി. 2024 ആവാനായിട്ട് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ചിലർക്ക് 2023 വളരെ നല്ല, ഓർക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നേടിയ വർഷമായിരിക്കും. എന്നാലും ഭൂരിഭാഗം ആളുകൾക്കും കഴിഞ്ഞ കുറേ കാലമായിട്ട് നടന്നു വരുന്നത് പോലെ കുറേ പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്തു ഒന്നും സക്സസ് ആവാതെ കടന്നുപോയ വർഷമാവും 2023. എനിവേ, ഇനി അതൊന്നും ആലോചിച്ച് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞു പോയത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു എൻഡിങ് ചാപ്റ്റർ ഒന്നുമല്ല, മറിച്ച് നമുക്ക് കൂടുതൽ പ്രതീക്ഷ തരുന്ന, ഒരുപാട് നേട്ടങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ജീവിതത്തിൽ അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ടാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മളൊന്ന് മനസ്സുവെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന 2024 നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ഇയർ ആക്കി എടുക്കാനായിട്ട് നമുക്ക് പറ്റും. അങ്ങനെ 2024 ജീവിതത്തിലെ ബെസ്റ്റ് ഇയർ ആക്കി എടുക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന 2 സ്റ്റെപ്സാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. സ്റ്റെപ്പ് 1, റിഫ്ലക്റ്റ് ആൻഡ് ഇവാലുവേറ്റ്. ആൻഡ് സ്റ്റെപ്പ് 2, സ്റ്റിക്ക് ടു എ റൂട്ടീൻ. കഴിഞ്ഞുപോയ ജീവിതം റിഫ്ലക്റ്റ് ചെയ്യാൻ, ഇവാലുവേറ്റ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് തവണ നിങ്ങൾ കേട്ട് കാണും. ബട്ട് വൈ ഷുഡ് വി റിഫ്ലക്റ്റ് അവർ ലൈഫ്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഇവാലുവേറ്റിംഗ് അവർ പാസ്റ്റ്? വളരെ കുറച്ച് സമയം മാത്രം സ്പെൻഡ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഈ സെൽഫ് റിഫ്ലക്ഷനും ഇവാലുവേഷനും സാധിക്കും. നമ്മൾ കഴിഞ്ഞ വർഷം നേടിയ അച്ചീവ്മെൻറ്റ്സ്, എക്സ്പീരിയൻസസ്, നേരിട്ട ചലഞ്ചസ്, ഇതൊക്കെ ഒന്ന് വിലയിരുത്തുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ സ്ട്രെങ്ത്ത്, നമ്മൾ എവിടെയൊക്കെ ഇമ്പ്രൂവ് ആവണം എന്നൊക്കെയുള്ള ഒരു ധാരണ നമുക്ക് കിട്ടും. ഈ സെൽഫ് അവെയർനെസ് ആണ് നമ്മളുടെ പേഴ്സണൽ ഗ്രോത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത്. റിഫ്ലക്ഷനിലൂടെ നമുക്ക് നമ്മൾ ചെയ്ത മിസ്റ്റേക്സ്, അത് ചെറുതായാലും വലുതായാലും നമുക്ക് ഓർമ്മ വരും. നമ്മുടെ മിസ്റ്റേക്സിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ജനുവരി മുതൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ഗോൾസൊക്കെ അക്കംപ്ലിഷ്ഡ് ആയോ എന്നൊക്കെ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ സ്ട്രാറ്റജീസ് ഒക്കെ കറക്റ്റ് ആയിരുന്നോ, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് എന്നൊക്കെയുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. അങ്ങനെ കുറച്ച് സമയമെടുത്ത് ആലോചിച്ച് നമ്മൾ ഈ റിഫ്ലക്ഷനും ഇവാലുവേഷനും കംപ്ലീറ്റ് ആക്കുമ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്തിരുന്നു, ഞാൻ നേടിയിരുന്നു എന്നൊക്കെ അപ്പോഴാണ് നമുക്ക് ഓർമ്മ വരിക. പോരാത്തതിന് നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങും ഇമ്പ്രൂവ് ചെയ്യാനും സ്ട്രെസ്സ് കുറയ്ക്കാനും നമ്മൾ എവിടെയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് സ്മൂത്തായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ തരാനും എല്ലാം ഈ ഒരു പ്രോസസ്സിന് സാധിക്കും. ദെൻ ഹൗ ക്യാൻ വി റിഫ്ലക്റ്റ് ആൻഡ് ഇവാലുവേറ്റ് അവർ ലൈഫ്? അതായത് എങ്ങനെ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യണം, എങ്ങനെ നമ്മളെ ലൈഫ് ഇവാലുവേറ്റ് ചെയ്യണം. നമ്പർ 1, ജേർണലിംഗ്. എല്ലാവർക്കും കേട്ട് നല്ല പരിചയമുള്ള ഒരു കാര്യമാവും ജേർണലിംഗ്. ഈ വർഷം മുതൽ നിങ്ങൾ ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഒരു നോട്ട്ബുക്ക് ആൻഡ് പെന്ന് മാത്രം മതി അതിന്, അല്ലാതെ വേറെ ഫാൻസി ഐറ്റംസ് ഒന്നും വേണ്ട. എന്നിട്ട് ഡെയിലി നിങ്ങളുടെ ഇമോഷൻസ്, തോട്ട്സ്, ഫീലിങ്സ്, ഐഡിയാസ് ഇതൊക്കെ അതിൽ കുറിച്ച് വയ്ക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റിവ്യൂ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വേൾഡ് ഫേമസ് ഹോസ്റ്റ് ആൻഡ് ടെലിവിഷൻ പ്രൊഡ്യൂസറായ ഒപ്ര വിൻഫ്രെ അടക്കം നമ്മൾ സക്സസ്ഫുൾ എന്ന് കരുതുന്ന ഒരുപാട് ആളുകൾ ചെറുപ്പം മുതലേ ജേർണലിംഗ് പതിവാക്കിയവരാണ്. രണ്ടാമത്തെ കാര്യം, കണ്ടക്ട് ആൻഡ് ആനുവൽ റിവ്യൂ സെഷൻ. ഇപ്പോൾ തന്നെ ഒരു പേനയും പേപ്പറും എടുത്തിട്ട് നിങ്ങളുടെ കഴിഞ്ഞുപോയ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് എഴുതി നോക്ക്. അടുത്ത വർഷം ഇങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം, എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കാം എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്പർ 3, സെറ്റ് സ്മാർട്ട് ഗോൾസ്. ഗോൾസ് സെറ്റ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ഭയങ്കര ഉഷാറായിരിക്കും. പക്ഷെ അതൊന്നും വർക്കൗട്ട് ആവില്ല എന്ന് മാത്രമല്ല, നമ്മളുടെ ഗോൾസ് സ്മാർട്ട് അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. സ്പെസിഫിക്, മെഷറബിൾ, അറ്റൈനബിൾ, റെലവൻറ്റ്, ടൈം ബൗണ്ടഡ് ഗോൾസ് ആണ് സ്മാർട്ട് ഗോൾസ്. നമ്മുടെ ടാർഗറ്റ് എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയണം. അതിനു വേണ്ടിയിട്ട് എത്രത്തോളം നമ്മൾ എഫേർട്ട് എടുക്കുന്നു, അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുമോ, ആ ലക്ഷ്യത്തിന് നമ്മളുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രസക്തി ഉണ്ട്, അത് എത്ര സമയത്തിനുള്ളിൽ നേടിയെടുക്കണം എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിരിക്കണം. ഇങ്ങനെയൊന്നും ചിന്തിക്കാതെ ജസ്റ്റ് ഞാൻ ഈ വർഷം മുതൽ ഡെയിലി എക്സസൈസ് ചെയ്യും എന്ന് ഗോൾ സെറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ആഴ്ചയിൽ എത്ര ദിവസം ചെയ്യണം, ഏതൊക്കെ ദിവസം ചെയ്യണം, എത്ര സമയം എടുക്കണം, ഏത് വർക്കൗട്ടാണ് ചെയ്യേണ്ടത്, ഒരു 3 മാസത്തിനുള്ളിൽ എൻ്റെ പ്രോഗ്രസ് എന്താവണം എന്നൊക്കെ ഗോളിൻ്റെ കൂടെ നമ്മൾ തീരുമാനിച്ചിരിക്കണം. നാലാമത്തെ കാര്യം, ഫീഡ്ബാക്ക് ലൂപ്പ്. എല്ലാ കമ്പനികളും അവരുടെ പ്രൊഡക്റ്റിൻ്റെ ഫീഡ്ബാക്ക് ആവശ്യപ്പെടുന്നത് എന്തിനാണ്? എന്തെങ്കിലും കാര്യത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണമെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ആവണം നമ്മളും. നമ്മളുടെ മിസ്റ്റേക്സ് നമ്മളെക്കാൾ മനസ്സിലാവുക നമ്മളുടെ ചുറ്റുമുള്ള ആളുകൾക്കാവും. അവരോടൊക്കെ നമ്മൾ ഫീഡ്ബാക്ക് ആവശ്യപ്പെടുക, എന്നിട്ട് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താൻ ശ്രമിക്കാം. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്ന, നമുക്ക് നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളോട് വേണം ഫീഡ്ബാക്ക് ഒക്കെ ചോദിക്കാനായിട്ട്. ഇല്ലെങ്കിൽ ലൈഫ് മൊത്തം കുളമാവാനായിട്ട് ഒരാളുടെ നെഗറ്റീവ് വേർഡ് തന്നെ മതിയോ. ആൻഡ് നമ്പർ 5, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കൊണ്ടുവരാനായിട്ട് കഴിവുള്ള ഒരു മാജിക് വേർഡാണ് താങ്ക് യു. നമുക്ക് ലഭിച്ചിട്ടുള്ള ഓരോ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ നന്ദിയുള്ളവരായിരിക്കാം. ആൻഡ് സർപ്രൈസിംഗ്ലി അതൊക്കെ കൂടി വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഡെയിലി ഒരു 5 മിനിറ്റെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ഇനി ഈ 5 മിനിറ്റ് നമ്മൾ രാവിലെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം മുഴുവനും നമുക്ക് പോസിറ്റിവിറ്റി ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നമ്പർ 6, വിഷ്വലൈസ് ഫ്യൂച്ചർ സക്സസ്. നമ്മളെ സക്സസ് അതിന് 5 വർഷം കഴിഞ്ഞിട്ട് സംഭവിക്കാൻ പോകുന്നതാണെങ്കിലും ഇന്ന് തന്നെ അത് മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത്
തുടങ്ങാം. കാരണം വിഷ്വലൈസേഷൻ ഈസ് എ പവർഫുൾ മോട്ടിവേറ്റർ. മാത്രമല്ല നമ്മളെ തലച്ചോറിന് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്, ഇമാജിനേഷൻ എന്താണെന്ന് രണ്ടും തമ്മിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. സോ വിഷ്വലൈസേഷൻ ചെയ്യുന്നതിലൂടെ നമ്മളുടെ മാർഗ്ഗം ഈസി ആക്കാൻ കുറച്ചുകൂടി നമ്മളുടെ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മളുടെ ബ്രെയിൻ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, ഒരു റൂട്ടീനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. എല്ലാ ന്യൂ ഇയറിനും ഒരു ആചാരം പോലെ നമ്മൾ കൊണ്ടു നടക്കുന്ന ഒന്നാണ് ഡെയിലി റൂട്ടീൻ സെറ്റ് ചെയ്യൽ. നമ്മൾ സ്വയം വലിയ ഹൈപ്പൊക്കെ കൊടുത്ത് ചെയ്യുന്ന പരിപാടിയാണെങ്കിലും മാക്സിമം ഒരു മാസമാണ് ഇതിൻ്റെ ഒരു ആയുസ് എന്ന് പറയുന്നത്. ഒരു റൂട്ടീൻ ഉണ്ടാക്കാനായിട്ട് ഈസി ആണെങ്കിലും അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാനായിട്ട് നല്ല പാടാണ്. സോ അടുത്തതായിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളുടെ റൂട്ടീൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ടുള്ള കുറച്ച് ടിപ്സാണ്. നമ്പർ 1, സ്റ്റാർട്ട് സ്മോൾ. ന്യൂ ഇയർ ആവാനായതുകൊണ്ട് ഇനി എൻ്റെ ജീവിതം വേറെ ലെവലാവാൻ പോവുകയാണ്, നാളെ മുതൽ ഞാനൊരു പുതിയ മനുഷ്യനാണ് എന്നൊക്കെ തീരുമാനിച്ച് ഹെവി ആയ റൂട്ടീനൊന്നും സെറ്റ് ചെയ്യാനായിട്ട് പോകരുത്. നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന മിസ്റ്റേക്ക് ഇതാണ്. അതുകൊണ്ടാണ് നമുക്ക് പിന്നീട് റൂട്ടീൻ ഫോളോ ചെയ്യാൻ കഴിയാതെ വരികയും മടുപ്പ് തോന്നുകയും ഒക്കെ ചെയ്യുന്നത്. സ്റ്റാർട്ട് സ്മോൾ. ചെറിയ ഫോളോ ചെയ്യാൻ എളുപ്പമുള്ള റൂട്ടീൻസ് ആദ്യം ക്രിയേറ്റ് ചെയ്യുക, അത് ഫോളോ ചെയ്യാം. എന്നിട്ട് അത് ഓക്കെ ആയി കഴിഞ്ഞാൽ അതിലേക്ക് മെല്ലെ മെല്ലെ ഓരോരോ പുതിയ ഹാബിറ്റ്സ് ആഡ് ചെയ്യുക. അങ്ങനെ ഗ്രാജ്വലി നമ്മൾ ഉദ്ദേശിച്ച റൂട്ടീനിലേക്ക് നമ്മൾ എത്തും. അപ്പോഴേക്ക് നമ്മളൊരു റൂട്ടീൻ ഫോളോ ചെയ്ത് പോകാനുള്ള മൈൻഡ് സെറ്റിൽ എത്തിക്കാണും. നമുക്കപ്പോൾ അത് ഈസി ആയിട്ട് ഫോളോ ചെയ്യാനും പറ്റും. നമ്പർ 2, കൺസിസ്റ്റൻറ്റ് ടൈമിംഗ്. റൂട്ടീൻ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ടാസ്കിനെല്ലാം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ടൈം സെറ്റ് ചെയ്യുക കൂടി വേണം. സെറ്റ് ചെയ്ത സമയത്ത് തന്നെ ടാസ്കുകൾ കറക്റ്റായിട്ട് ചെയ്ത് തീർക്കുക. ഇങ്ങനെ സമയത്തിനുള്ളിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മളുടെ ആ ഹാബിറ്റ് സ്ട്രോങ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനും സഹായിക്കും. പോരാതെ തന്നെ നമ്മളുടെ ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാനും ഇത് സഹായിക്കും. മൂന്നാമത്തേത്, യൂസ് വിഷ്വൽ റിമൈൻഡേഴ്സ്. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച റൂട്ടീനിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് ഓർമ്മ വരണം എന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ച ബുക്ക് അല്ലെങ്കിൽ പേപ്പർ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കൽ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ നമുക്ക് വിഷ്വൽ റിമൈൻഡേഴ്സ് യൂസ് ചെയ്യാം. സ്റ്റിക്കി നോട്ട്സ്, അലാറംസ് ഒക്കെ നമുക്ക് വിഷ്വൽ റിമൈൻഡേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് റിമെമ്പർ, റിമൈൻഡർ ഒരിക്കലും നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒന്നാവരുത്. നാലാമത്തെ കാര്യം, മേക്ക് ആൻ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ. നമ്മളെ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന, മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫ്രണ്ടിനെയോ ഫാമിലി മെമ്പറിനെയോ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് ചൂസ് ചെയ്യുക. അവരോട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് പറയാം, നിങ്ങളുടെ റൂട്ടീൻ വർക്ക് ആവുന്നുണ്ടോ, നിങ്ങളത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ, അതുകൊണ്ട് നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ടോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് അവരുടെ ഹെൽപ്പ് ചോദിക്കാം. അഞ്ചാമത്തേത്, സെറ്റ് എ റിവാർഡ് സിസ്റ്റം. കൃത്യമായിട്ട് റൂട്ടീൻ ഫോളോ ചെയ്യുന്നതിന് ഒരു റിവാർഡ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക. അത് ജസ്റ്റ് ഒരു ചോക്ലേറ്റ് കഴിക്കുന്നതോ ഒരു ഔട്ടിങ്ങിന് പോകുന്നതോ ഒക്കെ ആവാം. ഇങ്ങനെ റിവാർഡ് കൊടുക്കുന്നത് നമ്മളുടെ പോസിറ്റീവായിട്ടുള്ള ബിഹേവിയേഴ്സ് സ്ട്രോങ് ആയിട്ട് നിലനിർത്താനായിട്ട് സഹായിക്കും. ഈ റിവാർഡ് സിസ്റ്റം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അപ്പോൾ 2024 അതിന് ശേഷമുള്ള നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന വളരെ യൂസ്ഫുൾ ആയ 2 ടെക്നിക്സ് ആണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഒരുപാട് ടെക്നിക്സ്, ട്രിക്സ്, നോളജ് ഒക്കെ ശേഖരിച്ച് വയ്ക്കുകയല്ല, മറിച്ച് നമ്മളുടെ അടുത്തുള്ള ചെറിയ ചെറിയ അറിവുകൾ കൊണ്ട് മാക്സിമം ട്രൈ ചെയ്യുകയാണ് വേണ്ടത്. അത് ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് വേണ്ടത്. സോ ഇപ്പോൾ തന്നെ ഒരു ബുക്ക് എടുത്ത് നിങ്ങളുടെ ഡ്രീം ലൈഫ് സെറ്റ് ചെയ്യാൻ 2024 നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും മികച്ച വർഷമാക്കാനായിട്ട് ശ്രമിക്കുക. ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ന്യൂ ലൈഫ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ.